മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും വിവിധ അണുബാധകൾക്ക് കാരണമാകാറുള്ള വ്യത്യസ്ത തരം വൈറസുകൾ ഇന്ന് ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ കാണാറുണ്ട്. ജലദോഷം മുതൽ COVID-19, എയ്ഡ്സ് പോലെയുള്ള അതിമാരകമായ അസുഖങ്ങളുടെയും കാരണക്കാരൻ വൈറസാണ്. മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന ചില വൈറസുകൾ സ്വയം അപ്രത്യക്ഷമാകാറുണ്ട്. എന്നാൽ ചിലത് വിട്ടുമാറാത്തതായതോ വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നതോ ജീവന് ഹാനികരമാകുന്നതോ ആയ രോഗങ്ങൾക്ക് കാരണമാകുന്നു. കുട്ടികളിൽ പോളിയോയ്ക്ക് സമാനമായ രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്ന EVD68 വൈറസ് അമേരിക്കയിൽ ചിലയിടങ്ങളിൽ പടർന്നു പിടിക്കുന്നതായി അടുത്തിടെ റിപ്പോർട്ട് വന്നു. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഈ വൈറസുകൾ കുട്ടികളിൽ പക്ഷാഘാതം വരുത്തും. നാഡീ സംബന്ധമായ രോഗലക്ഷണങ്ങൾക്ക് കാരണമാകുന്ന വൈറസിനെ പ്രതിരോധിക്കാൻ ഇതുവരെ വാക്സിനോ മറ്റു മരുന്നുകളോ കണ്ടെത്തിയിട്ടില്ല. പിക്കോർണവെറിയുടെ കുടുംബത്തിൽപ്പെടുന്ന എൻഡോറോ വൈറസ് D68 കണ്ടെത്തിയത് 1962 കാലിഫോർണിയയിൽ നിന്നാണ്. 100-ലധികം തരം വൈറസുകൾ ഉൾപ്പെടുന്ന പോളിയോ വൈറസ് ഗ്രൂപ്പിൽപ്പെടുന്നവയാണിത്. മലിനജലത്തിൽ കാണപ്പെടുന്ന ഇവ ശരീരത്തിലെത്തിയാൽ ജലദോഷം പോലെയുള്ള ചെറിയ ലക്ഷണങ്ങൾ ആദ്യഘട്ടത്തിൽ കാണിക്കും. ദിവസങ്ങൾ കഴിയുന്തോറും രോഗലക്ഷണങ്ങൾ സങ്കീർണമാകുകയും ശ്വാസകോശത്തെയും നാഡീവ്യൂഹത്തെയും ബാധിക്കുകയും ചെയ്യുന്നു. എൻഡോറോ വൈറസ് D68 രോഗബാധ മൂലം കുട്ടികൾ ഉണ്ടാകുന്ന ഗുരുതര രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അക്യൂട്ട് ഫ്ലാസിഡ് മലൈറ്റിസ്. 2014 ഇവ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. മനുഷ്യരിൽ മൂക്കൊലിപ്പ്, ചുമ, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിച്ച് വന്നുപോകുന്ന ഈ വൈറസുകൾ അപൂർവ സന്ദർഭങ്ങളിൽ അപകടകാരികളാകും. വൈറസ് ബാധിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ കൈകാലുകൾക്ക് ദുർബലാവസ്ഥ അനുഭവപ്പെടും. മുഖത്ത് തളർച്ച, മന്ദഗതിയിലുള്ള സംസാരം, മസിൽ ടോൺ നഷ്ടപ്പെടുക എന്നീ രോഗലക്ഷണങ്ങളും കണ്ടു തുടങ്ങും. നാഡീവ്യൂഹത്തിലെ മോട്ടോർ ന്യൂറോണുകളെ ബാധിക്കുന്ന രോഗം പോളിയോ രോഗത്തോട് ഏറെ സാമ്യം കാണിക്കുന്നുണ്ട്. ശ്വസനത്തിനെ സഹായിക്കുന്ന പേശികളെ സാരമായി ബാധിക്കുന്ന ഇവ രക്തസമ്മർദ്ദം, ശാരീരിക താപനില, ഹൃദയമിടിപ്പ് എന്നിവ നിയന്ത്രിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കും. രോഗബാധിതരായ കുട്ടികളിൽ നടത്തിയ പരിശോധനയിൽ കൈകാലിലും പേശികളിലും ബലക്ഷയം, ശ്വാസതടസ്സം, തലച്ചോറിലെ ഹൃദയത്തിലും പേശികളിലെ വീക്കം എന്നിവ കണ്ടെത്തി. രോഗിയുടെ ഉമിനീർ, കഫം, മലം എന്നിവയിലൂടെയാണ് വൈറസുകൾ മറ്റാളിലേക്ക് എത്തുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും സാനിറ്റൈസർ ഉപയോഗിച്ച് ഇടയ്ക്കിടെ വൃത്തിയാക്കുകയും മുൻകരുതൽ മാർഗങ്ങളാണ്. ചിലർ ഈ രോഗത്തിൽ നിന്ന് തനിയെ മുക്തരാകുകയും വൈറസുകൾ ശരീരത്തിൽ നിന്ന് താനെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഈ അപകടകാരിയായ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഗവേഷണത്തിലാണ് ശാസ്ത്രലോകം. ഈ വൈറസിനെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായുള്ള മരുന്നുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഉടൻ തന്നെ ഈ വൈറസുകളെ പ്രതിരോധിക്കുന്നതിനുള്ള മരുന്നുകൾ കണ്ടെത്തുമെന്ന് ശാസ്ത്രലോകത്തു നിന്നുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.